Yes. Psalm 73:24 says, "You guide me with your counsel, leading me to a glorious destiny." Good morning, one and all. We would like to welcome you to day one of our counseling seminar, Mindset 2021, conducted by St. Thomas More Thoma Church. In spite of it being a public holiday on Eid, we are really appreciative of each and every one of you who set aside your plans and your duties to be a part of this great seminar. Thank you once again for being here. I would like to welcome our Achans, Reverend Dr. C.K. Matthew Achan, Reverend Gigi Matthew Achan, to our midst. Thank you, St. Thomas More Thoma parishioners who are attending from Kuwait as well as from all over the world. Thank you, all the parish members and each and every one of you who are attending. Our function would not have been complete if it wasn't for our chief guest. We would love to welcome Sister Dr. Joanne Chungapura to our midst. Our humble request throughout this Zoom seminar is that you would all be able to put your video cameras on, but mute your mics so that there's no disturbance. Without further ado, let me welcome Very Reverend Dr. C.K. Matthew, Vicar of Emmanuel More Thoma Church, Kuwait, for the opening prayer. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് ഉയർന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടസുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കരോടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളുടെ ദോഷം രക്ഷിച്ചു വരണമേ. ഇതോടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അനുദിനം ഞങ്ങളുടെ വിശ്വാസയാത്രയിൽ അത്ഭുതകരമായി അവിടെ ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളോടുള്ള വാത്സല്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹഹിതപ്രകാരം ഇന്ന് ഒരു വിശ്വാസ സമൂഹമായി സൂം പ്ലാറ്റ്ഫോമിലൂടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഓരോ ചുവടുവയ്പ്പിലും മനസ്സിലാക്കുവാനും
ദൈവത്തോടൊത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിൽ മുൻപോട്ട് പോകാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ അടിസ്ഥാനപരമായി ദൈവത്തിന്റെ മക്കളാകുന്നുവല്ലോ. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും സാധ്യമാകുമ്പോഴാകുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതം സഫലമാകുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിന്റെ മനസ്സ് വായിച്ച് അറിയുവാനും കർത്താവേ, ഞങ്ങളെക്കുറിച്ച് നീ എന്ത് ആഗ്രഹിക്കുന്നോ അതേ പന്ഥാവിലൂടെ മുൻപോട്ട് പോകാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്നത് അത്യന്തം ഞങ്ങളെ വിസ്മയിപ്പിക്കുകയും ഞങ്ങളെ പരിഭ്രാന്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ലോക സാഹചര്യത്തിലാകുന്നു. ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത യാഥാർത്ഥ്യങ്ങളെ ആകുന്നല്ലോ സമകാലീന മാനവ സമൂഹം നേരിടുന്നത്. പ്രത്യേകിച്ച് ദൈവമായ കർത്താവെ, കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട് എത്രയോ സമസ്യകളാകുന്നു ഞങ്ങളുടെ മുൻപാകെ ഉള്ളത്. മാനവകുലത്തിന് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ കർത്താവെ, ദൈവത്തോട് ആലോചന ചോദിക്കുവാനും ദൈവത്തിന്റെ താല്പര്യം മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികളിൽ ഞങ്ങൾ പതറിപ്പോകുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങൾ ഉൾവലിയുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങൾ നിരാശപ്പെടുന്നവരായിട്ടല്ല, പ്രത്യാശാ നിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ പ്രിയ മക്കളായി വചനപ്രകാരം പ്രാർത്ഥനാ നിർഭരമായി ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം, കാലോചിതമായിട്ടുള്ള ഉപദേശങ്ങൾ ദൈവത്തിന്റെ മക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മനോവേദ വളരെയധികം വർദ്ധിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. എത്രയോ ആളുകൾ തകർച്ചയുടെ വാക്കിൽ എത്തിയിരിക്കുന്നു. കുടുംബങ്ങൾ തകരുന്നു. വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനമില്ല. സമൂഹം തന്നെ കർത്താവെ വളരെയധികം പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ ദൈവമേ, ആധികാരികമായിട്ടുള്ള വചനം കേൾക്കുവാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുവദിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പോരാട്ടങ്ങളിൽ, പിരിമുറുക്കത്തിൽ, മനസ്സംഘർഷത്തിൽ കർത്താവ് വിദഗ്ധമായിട്ടുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് ആവശ്യമാകുന്നു. അവിടുത്തെ മക്കളിലൂടെ അവിടുന്ന് കാലോചിതമായി ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവാകുന്നുവല്ലോ ഏറ്റവും വലിയ കൗൺസിലർ. കർത്താവെ, സത്യത്തിന്റെ ആത്മാവ് ഞങ്ങളെ വേണ്ടുവണ്ണം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ നീതിപാതകളുടെ നടക്കുവാനും തകരാതെ നിലനിൽക്കുവാനും കർത്താവെ, കഷ്ടതകളിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനും ഞങ്ങൾക്കിടയാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, അതോടൊപ്പം തന്നെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവിടുത്തെ മക്കളിലൂടെ അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാകിയാലും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവെ ഒരു വിശ്വാസ സമൂഹമായി കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ദൈവത്തിന്റെ തിരുസലിൽ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. സെന്റ് തോമസ് മാർത്തോമ ഇടവ ഇതരവിന്റെ അവർ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലം നല്ലവനായിരുന്ന ദൈവം തുടർന്ന് എൻ്റെ മക്കളെ വഴി നിർത്തണമേ. പ്രത്യേകിച്ച് നാൾ ഞങ്ങൾക്ക് നേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിജി മാത്യുസിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഇടവയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തണമേ. വിശിഷ്യാദയമായ കർത്താവ്, ഇന്ന് ഈ പ്രത്യേക സെഷൻ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജോവാൻ ചുങ്കപ്പരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്രയോ വേദികളിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി കർത്താവെ അനേകരെ ശരിയായ പന്ഥാവിൽ നയിക്കുന്നതിന് നിന്റെ മകളെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് നിന്റെ മകളിൽ നിന്ന് കേൾക്കുവാൻ അവിടുന്ന് അവസരത്തെ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുക്കത്തോടെ ഞങ്ങൾ വന്നിരിക്കുന്നു. നിന്റെ മകളിലൂടെ അവിടെ ഞങ്ങൾ സംസാരിക്കണമേ. നിന്റെ മകളുടെ ഓരോ കർത്താവെ വാക്കുകളും ഞങ്ങളുടെ പുതുക്കത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ആരെങ്കിലും കർത്താവെ വേദനയിൽ, കണ്ണുനീരിൽ, സങ്കടത്തിൽ, കർത്താവെ സംശയത്തിൽ, ഭയത്തിൽ ആകുന്നുവെങ്കിൽ അവർ കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ പുതുക്കം സാധ്യമായി തീരുവാൻ ഇന്നത്തെ സെഷൻ കൂടി ഇടയാക്കി തീർന്നു പ്രാർത്ഥിക്കുന്നു. തിരുമുൻപാകങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നു. അവിടെ ഞങ്ങളെ നയിക്കുന്ന ദൈവമാകുന്നു. ഇന്നുവരെ ഞങ്ങളെ നയിച്ച ദൈവമേ, വാഗ്ദത്ത പ്രകാരം തുടർന്ന് ഞങ്ങളെ വഴി നിർത്തണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. Thank you, Aksha. Now I would like to welcome our Achan, Reverend Gigi Matthew, the Vicar of St. Thomas Marthoma Church, for the welcome and introductory speech. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇടവകയുടെ കൗൺസിലിംഗ് സെഷനിൽ പങ്കെടുക്കുവാനായിട്ട് ലഭിച്ച
ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ CK മാത്യു അച്ഛന്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര ഇവിടെ നേതൃത്വം കൊണ്ടും ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹീതമാകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ടോപ്പിക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഡ്യൂറിങ് പ്രസന്റ് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ എന്നുള്ളതാണല്ലോ. നമ്മൾ എക്കാലത്തെയും പ്രത്യേകിച്ചും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാവ്യാധിയിലൂടെ കടന്നു പോവുകയാണ്, മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി നമ്മുടെ സാധാരണ ജീവിതങ്ങളെല്ലാം നിലച്ച് നമ്മൾ പലരും സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട് പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് എല്ലാവരും അതിനോട് യോജിക്കുമെന്ന് എനിക്കറിയാം. അടുത്ത സമയത്ത് കേരളത്തിലുള്ള ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ആ കുടുംബത്തിന്റെ വലിയൊരു പ്രയാസമാണ് പറഞ്ഞത്. അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മീഡിയയ്ക്ക് അടിമയാണ്. ഞങ്ങൾ ജോലിക്ക് പോകുന്നു, ഞങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ ഓൺലൈനിൽ പഠിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ അറിയാതെ വീട്ടിലൊരു ക്യാമറ വെച്ചു, ഒളിക്യാമറ വെച്ചു. മനസ്സിലായി കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കയറിയതിന് ശേഷം അത് വളരെ വിദഗ്ധമായി കുഞ്ഞുങ്ങൾക്കറിയാം. അത് സൈഡ് ലൈൻ ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഓൺലൈൻ ഗെയിം കളിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ ഏറ്റവും ഇളയ കുട്ടി എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം നഷ്ടമായത് മനസ്സിലായപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഓൺലൈൻ ഗെയിമുകളിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുവെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അത് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത്. ഇതിനെ ഞാൻ ആദ്യം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് വളരെ അജിറ്റേറ്റഡ് ആയി, എന്നോട് വളരെയേറെ ഓപ്പോസിറ്റായിട്ട് പെരുമാറി എന്ന് പറയുകയുണ്ടായി. വടി കൊണ്ട് അടിക്കാൻ എത്ര അടിച്ചെനക്ക് അത് ശരിയായില്ല. ഒരു ദിവസം ചട്ടുകം എടുത്ത്, നമ്മുടെ പണ്ട് പേരൻസ് ഒക്കെ നമ്മളോട് പറയുമല്ലോ, ചട്ടുകം പഴിപ്പിച്ച് നിന്റെ വെക്കുമല്ലോ എന്ന് പറയുന്ന ഒരു സംവിധാനം. നമ്മൾ അത് കേട്ട് പേടിച്ചു പോകും. എന്നാൽ ഈ കുഞ്ഞിനെ ചട്ടുകം പഴിപ്പിച്ച് നീ ഇത് ചെയ്യുമോടോ ആവർത്തിക്കുമോടോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ ആ കുഞ്ഞിനോട് പേരൻസ് പറയാണ്, അച്ഛാ, ഞാൻ അറിയാതെ എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ ഞാൻ ആ ചട്ടുകം വെച്ചു എന്ന് പറഞ്ഞു. ഒരു വളരെ വിഷമകരമായിട്ടാണ് ആ പേരന്റ് എന്നോട് ഷെയർ ചെയ്തത്. എൻ്റെ കുഞ്ഞിനെ ചട്ടുകം വെച്ച് പഴിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ അത്രത്തോളം വളരെ ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരം നമുക്കത് പ്രയോജനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാമല്ലോ, ഈ കോവിഡ് സിറ്റുവേഷൻ നമ്മളെ ഒരുപാട് മാറ്റി. കുറച്ചു പേരെ ക്രൂരന്മാരാക്കി, കുറച്ചു പേരെ നല്ലവരാക്കി, കുറച്ചു പേരെ കൂടുതൽ ഭക്തന്മാരാക്കി, കുറച്ചു പേരെ ഭക്തിയെല്ലാം വെടിഞ്ഞ് ഇല്ല, ഇനി ഇതിനകത്തൊന്നും കാര്യമില്ല, ആരാധനയുടെ ഒന്നും ആവശ്യമില്ല, പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, ഇതില്ലേലും കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് ഇതിൽ ചെയ്യാനായിട്ട് കഴിയും എന്ന് ഇടവകയായിട്ട് ആലോചിച്ചപ്പോൾ നമുക്ക് അതിന് പറ്റിയതായിട്ട് ഒരാളിനെ വേണം. നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് സെഷന് നേതൃത്വം കൊടുക്കാനായി അങ്ങനെ പേര് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജോവാന്റെ പേരാണ് അവിടെ ഉയർന്നു വരുന്നതും. അങ്ങനെ സിസ്റ്ററോട് ഇതിനെ സംസാരിച്ച് വളരെ സന്തോഷത്തോടെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇച്ചിരി അല്പം ഗൗരവത്തോടൊക്കെ പെരുമാറുമെന്നൊക്കെ വിചാരിച്ചാണ് ഫോൺ ചെയ്തത്. വളരെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആളെങ്ങനെ സംസാരിക്കുന്നു, അത്രത്തോളം വളരെ ഹൃദ്യമായിട്ട് പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജോവാൻ പെരുമാറുകയും അച്ഛന് എന്നെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ഡോക്ടർ ജോവാൻ വളരെയേറെ ലോകമെമ്പാടും
നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും വളരെയേറെ ആദരിക്കപ്പെടുകയും ഈ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടറേറ്റ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ആണ് പ്രിയപ്പെട്ട ഈ ഒരു വിഷയത്തിൽ സിസ്റ്റർ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റിൽ സ്പെഷ്യലൈസേഷൻ ഇൻ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് മിനസോട്ട, ആൻഡ് ഓൾസോ ഗോട്ട് സ്പെഷ്യലൈസ് ഇൻ ട്രെയിനിങ് ഫാമിലി തെറാപ്പി ഫ്രം ഫ്ലോറിഡ USA. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സൈക്കോ തെറാപ്പീസ് ഫ്രം മേരിലാൻഡ് USA. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ വിഷയത്തെ പറ്റി പഠിക്കുകയും പരിശീലനം ലഭിക്കുകയും ആ വിഷയത്തെ പറ്റി വളരെ ആധികാരികമായി സംസാരിക്കും. അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ വളരെ ഇടപെടാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിയായ സന്തോഷമുണ്ട്. ഡോക്ടർ സിസ്റ്റർ ജോവാൻ ട്രാഡയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് ട്രാഡ എന്നുള്ളതിന്റെ ഫുൾ ഫോം. ടോട്ടൽ റെസ്പോൺസ് ടു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, ട്രാഡ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോട്ടയത്തെ ട്രാഡ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് നൽകുന്നു. പ്രത്യേകിച്ചും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട ഒരുപാട് ആളുകളെ അവിടെ കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്ത് ശരിയായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഡോക്ടർ സിസ്റ്റർ ജോവാൻ MMS, അതായത് മിഷൻ കാത്തലിക് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ഒരു അംഗമാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കാത്തലിക് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ്, MMS എന്നാണ് ഡോക്ടറുടെ ഈ സിസ്റ്ററിന്റെ പേരിനോട് ചേർത്ത് നമുക്കറിയാം വിവിധ ഓർഡറുകൾ കാത്തോലിക്ക സഭയിലുണ്ടല്ലോ, അതിന്റെ ഒരു ഓർഡറാണ് MMS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് ട്രാഡായി പ്രവർത്തിക്കുന്നു. പ്രിൻസിപ്പൽ ഓഫ് ട്രാഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കോട്ടയം, ഡയറക്ടർ ഓഫ് സഞ്ജീവനി റീഹാബിലിറ്റേഷൻ സെന്റർ നെടുംകുന്നം, പ്രോഗ്രാം കോർഡിനേറ്റർ ഓഫ് ആയുഷ്യ സെന്റർ ഫോർ ഹീലിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ ചങ്ങനാശ്ശേരി, സൈക്കോതെറാപ്പിസ്റ്റ് ഇൻ IHM ഹോസ്പിറ്റൽ ഭരണങ്ങാനം. അങ്ങനെ വിവിധ നിലകളിൽ തന്റെ വ്യക്തിത്വം തെളിയിച്ച ഒരു മഹനീയ സാന്നിധ്യമാണ് നമ്മളോട് കൂടെയുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓഫ് മാർട്ടിൻ ലൂതർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഷില്ലോങ്ങിലെ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ അനേകം കുട്ടികൾക്ക് തീസിസ് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നു. ഡോക്ടർ സ്റ്റഡീസിന് വിവിധ വിഷയങ്ങളിൽ തീസിസ് ഗൈഡായിട്ടും സിസ്റ്റർ ഡോക്ടർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. 4 സെമിനാരികളിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ. സെന്റ് തോമസ് അപ്പോസ്റ്റോളിക് സെമിനാരി കോട്ടയം, പൊന്തിഫിക്കൽ സെമിനാരി ആലുവ, പേപ്പൽ സെമിനാരി പൂനെ ആൻഡ് തിയോളജിക്കൽ സെമിനാരി തെല്ലകം. ഈ സെമിനാരികളിലെല്ലാം വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. മാർത്തോമാ സഭ, CSI സഭ, യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, കത്തോലിക്ക സഭ കൂടാതെ സിസ്റ്ററിനെ വളരെയേറെ ആദരിക്കുന്ന സഭകളാണ്. ഇവിടെ എല്ലാം പോയി സിസ്റ്റർ തന്റെ സേവനം ചെയ്യുന്നു, അവിടെയൊക്കെ പോയി സേവനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഫാമിലി കൗൺസിലിംഗ് രംഗത്തും സിസ്റ്ററിന്റെ സേവനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പേരന്റിങ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ പ്രായമായവർ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയിലെല്ലാം നന്നായി പഠിക്കുകയും അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാനും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും സിസ്റ്ററിന് സാധിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സിസ്റ്റർ ഈ ഒരു രംഗത്ത് വളരെയേറെ പ്രാവീണ്യം തെളിയിച്ച നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയത്തിൽ വളരെയേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സിസ്റ്ററിന് സാധിക്കും എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷവും വളരെ പ്രതീക്ഷയുമുണ്ട്. ഇന്ന് നമ്മുടെ മധ്യ ആയിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പരെ MMS സിസ്റ്ററിനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും വളരെ ഹാർദവമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട
വെരി റെവറൻഡ് ഡോക്ടർ സി കെ മാത്യു അച്ഛൻ്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. അച്ഛന് ഇമ്മാനുവൽ മാർത്തോമ ഇടവക അഹമ്മദി, അതുപോലെ തന്നെ ഇപ്പോൾ ആക്ടിംഗ് വികാരിയായി സിറ്റി മാർത്തോമ ഇടവകയിലും പ്രവർത്തിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ സെന്ററിലെ എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അച്ഛനും വളരെയേറെ ഹൃദ്യമായി ഇടപെടുകയും നമ്മളിൽ ഒരാളായി നമ്മോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ സാന്നിധ്യവും വിലയുള്ളതായി കാണുന്നു. ഇന്നത്തെ ഓപ്പണിംഗ് പ്രെയറും അതുപോലെ തന്നെ നമ്മളെ കൗമ ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഏറ്റവും ബ്ലെസ്സിങ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ നിഖില പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ സംബന്ധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. നമ്മുടെ ഇടവയിലെ അംഗങ്ങൾ മാത്രമല്ല, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് മിസ്റ്റർ രഞ്ജി വർഗീസ് ആണ്. മിസ്റ്റർ രഞ്ജി വർഗീസ് ആണ് ഇതെല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് ബെയറേഴ്സ് നന്നായി പ്രവർത്തിച്ചു, മണ്ഡലം അസംബ്ലി മെമ്പേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് കമ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട നിഖിലയും സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Gigi Acha, for those wonderful words. Now, I would like to ask the church choir to sing a song.
Thank you, choir. Now, the most awaited moment for today is the talk by our dearest sister, Dr. Joanne. Before I give the platform for her, I would love to say a few words. I know our dearest Reverend Gigi Matthew Atchin already spoke about her, but I would just like to say a few words about her chief guest. Sister Dr. Joanne Chungapura is a member of the International Society of Catholic Medical Mission Sisters. She received her doctorate degree in clinical psychology. At present, she is rendering outstanding service as the Secretary of TRADA and Principal of TRADA Institute of Social Sciences, Kotte. She is a visiting professor in counseling, family therapy, addiction, and pastoral roles in 4 major seminaries. Dr. Joanne is the author and co-author of 22 books, both in Malayalam and English, on counseling-related topics. She is for sure a woman after God's own heart who has set her life apart for charity as well as for counseling. She has surely become the hands and feet of Christ on this planet Earth. Now, I would love to welcome Sister Dr. Joanne to speak to the community on the topic, guidance and counseling during present COVID pandemic situation. I would love to remind all of you to mute your mics. Only Sister Dr. Joanne's mic will be left open, and please make sure your cameras are switched on also. After Sister Dr. Joanne's talk, we will have a Q&A session. So that's when you can actually unmute and ask the questions. So now, to be honest, I don't have words enough to speak about Sister Dr. Joanne because the short time won't be enough. So I'm handing over the platform to our dearest sister, Dr. Joanne Chungapura. Thank you, Akila. Then, Humanapata, C.K. Matthew Atchin, Gigi Matthew Atchin, and Ranjit, and all the participants. English and Malayalam kuda koodi parayannu karunnu. Is that okay? So first I will show you some slides so that you get an understanding what is happening with the pandemic, COVID. We are going through a big challenging time. എല്ലാവരും ലോകമാസകലം സഹിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ടാണ് suffering when it comes. God is giving the grace. God is giving us the hope. Don't dwell in the present helplessness. Think about the future that God is giving you. വരാനിരിക്കുന്ന നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് ഈ അനശ്വരമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കാരണം ഈ നശ്വരം അവിടെ നമുക്ക് റിവാർഡ് ഉണ്ട് എന്നുള്ള ഒരു ഫ്യൂച്ചർ ഹോപ്പ് നമുക്ക് വേണം. ആ ഹോപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ കഷ്ടകാലങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. ജോബിന്റെ ഗ്രന്ഥത്തിലും അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അതിനു മുമ്പ് ജോബ് പറയാണ്, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കോവിഡ് പാൻഡമിക് ഒരു പഠിപ്പിക്കുകയാണ്, ജീവിതം ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം എന്താണ് ചാലഞ്ചസ് ഓഫ് വെർച്വൽ ലിവിങ് ഓൺ ചിൽഡ്രൻ ആൻഡ് യൂത്ത്. അത് നമുക്ക് സ്ലൈഡ് കാണിക്കാം. സ്ലൈഡ് എല്ലാവരും ഒന്ന് നോക്കണം, കാണാമെന്ന് കരുതുന്നു. Are you able to see the slides? Yes, sister, we can see. നിങ്ങൾ ആരെങ്കിലും പ്രതികരിക്കണം, എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ കിട്ടുന്നുള്ളൂ. കാണാൻ സാധിക്കുന്നുണ്ട്. കാണാം സിസ്റ്റർ, കാണാം. Okay. Yes. So, all right. Okay. Why I am concentrating on children and youth? കാരണം ഈ പാൻഡമിക് ഏറ്റവും അധികം കുട്ടികളെയും യുവജനങ്ങളെയുമാണ് ബാധിച്ചത്. ഇവരുടെ ആ നോർമൽ ലൈഫിൽ നിന്ന് വെർച്വൽ വേൾഡിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്തു. എഡ്യൂക്കേഷനും സോഷ്യൽ ലൈഫും റിലേഷൻഷിപ്പും എല്ലാം വെർച്വൽ ലൈഫിലേക്ക് ഗ്ലൂ ചെയ്തു. അപ്പോൾ ഏറ്റവും അവരെയാണ് ബാധിച്ചത്. ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും
മുതിർന്നവരെയും ബാധിച്ചിട്ടില്ല എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പറയുന്നതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഇത് കുട്ടികളെയും യുവജനങ്ങളെയാണ് ബാധിച്ചത്. അല്ലാത്തവരെ ബാധിച്ചത് വർക്ക് അറ്റ് ഹോം. അധികം സ്ത്രീകൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാക്കി. കാരണം വീട്ടിലെ ജോലിയും സ്വന്തം ജോലിയും കൂടെ കൂട്ടിക്കുഴച്ച് ചെയ്യേണ്ട ഗതികേട് വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ടൈം കിട്ടാതെ വന്നു. എപ്പോഴും ജോലി ജോലി എന്നുള്ള ഒരു ഇതായി പോയി. സോഷ്യൽ ഐസൊലേഷൻ കാരണം സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടി. എപ്പോഴും സോഷ്യൽ ഐസൊലേഷൻ്റെ അകത്ത് സ്ട്രെസ് കൂടുതലുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മൾ ബാലൻസ് ചെയ്യുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ് കൊണ്ടും പുറത്തിറങ്ങി യാത്ര ചെയ്യുന്നതും പ്രകൃതിയുമായിട്ട് മിങ്കിള് ചെയ്യുന്നതും മറ്റു മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു ഏരിയയിലാണ് കുറവ് വന്നത്. അപ്പോൾ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വളരെ കൂടി. 3 സ്റ്റഡികൾ ഞാൻ പറയാം. എ സ്റ്റഡി ഡൺ ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ. അവിടെ അവർ കാണിച്ചു ഹൈപ്പർ ടെൻഷൻ വളരെ കൂടി സ്ത്രീകളുടെ ഇടയിൽ. സോഷ്യൽ ഐസൊലേഷൻ കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ടായി. വെയിറ്റ് ഗെയിൻ അതായത് നമ്മുടെ ഭക്ഷണ രീതി മാറി. നമുക്ക് ആങ്സൈറ്റി സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഇരിക്കുന്നുള്ളതെല്ലാം എടുത്ത് തിന്നാൻ തുടങ്ങുകയാണ്. കാരണം നമുക്ക് തന്നെ നമ്മളെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. എക്സസൈസ് കുറഞ്ഞു, വളരെയധികം ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വെയിറ്റ് ഗെയിൻ വന്നു. പിന്നെ എ സ്റ്റഡി ഡൺ ഇൻ ടെക്സസ്. ടെക്സസിൽ 2000 പേരെ പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയത് ആൽക്കഹോൾ ഇൻടേക്ക് തുടങ്ങി പുരുഷന്മാരുടെ ഇടയിൽ. ബിഞ്ച് ഡ്രിങ്കിങ്. എപ്പോഴെങ്കിലും അവർക്ക് ഏകാന്തത, മുഷിച്ചില്, ഒരു ഡിപ്രസീവ് മൂഡ്, ഒരു ഐസൊലേഷൻ, whenever they felt they start drinking. സ്ത്രീകൾ തിന്നാൻ തുടങ്ങി, പുരുഷന്മാർ കുടിക്കാൻ തുടങ്ങി. ഏതാണ്ട് കുറച്ച് സ്ത്രീകളും ബിഞ്ച് ഡ്രിങ്കിങ് തുടങ്ങി എന്നാ പറഞ്ഞു. അതായത് ജിഞ്ചർ എയില്, വീട്ടിലുണ്ടാക്കിയ വൈന്, കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ ഒരു പുഷ് കിട്ടാനായിട്ട് കുടിക്കാൻ തുടങ്ങി. അവര് കാണിച്ചത് ഈ സോഷ്യൽ സിറ്റുവേഷൻസ് കുറഞ്ഞത് കൊണ്ട് വളരെയധികം ജോലികളും എല്ലാം കൂടി, ഏകാന്തതയും മുഷിച്ചിലും കൂടിയത് കൊണ്ട് കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വളരെ കൂടി. കാരണം സ്ട്രെസ് കൊണ്ട് മനുഷ്യന് ഒത്തിരി ആങ്കർ, ഫ്രസ്ട്രേഷൻ എല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഈ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി ഉണ്ട്. എങ്കിലും അത് റിലീസ് ചെയ്യാനായിട്ട് ഒരു കമ്പനി കൂടുക, കുറച്ച് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, ഇതൊക്കെ മനുഷ്യന് നല്ലതായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഹാർട്ടിനെ കയറി പിടിച്ചിരിക്കുക. ഒരേ ഹാർട്ട് അറ്റാക്കും കൊറോണറി ഹാർട്ട് ഡിസീസും കൂടി. കേരളത്തിലെ അവസ്ഥയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. മറ്റു രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും മെന്റൽ ഹെൽത്ത് ഫീൽഡിലും കാർഡിയാക് ആൻഡ് ഹൈപ്പർ ടെൻസീവ് ഫീൽഡിലും എല്ലാം രോഗം കൂടിയതായിട്ടാണ് കണ്ടത്. ഈ രോഗത്തിന്റെ അവസ്ഥ കൂടി, സ്ട്രെസ്സിന്റെ ഒരു ഇൻഡിക്കേഷൻ. ഇനി കുട്ടികളെയും ചിൽഡ്രന്റെയും പറയാം. The schools are closed, classes are made online. Children and teenagers are glued to the screen for many more hours. അരമണിക്കൂർ 15 മിനിറ്റ് പോലും മൊബൈൽ കാണാത്ത കുട്ടികൾ 1, 2, 3 മണിക്കൂർ ലുക്കിംഗ് അറ്റ് ദ മൊബൈൽ. അതിന് ഒത്തിരി ഇൽ ഇഫക്ട്സ് ഉണ്ട്. ആ ബ്ലൂ ലൈറ്റ് തന്നെ തലച്ചോറിന് ചള്ളാണ്, കണ്ണിനും ചള്ളാണ്. ഫോർ എ ലോങ് ടൈം ഇഫ് യു യൂസ്, നമ്മുടെ മെമ്മറിയെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, നമ്മൾ റെസ്റ്റ്ലെസ് ആകും. അച്ഛൻ തുടങ്ങിയത് ജിജി മാത്യു അച്ഛൻ പറഞ്ഞു, ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി വയലന്റ് ആയ കാര്യം. ഈ വയലന്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പുള്ള ഭക്ഷണം കഴിച്ചാലും വയലന്റ് ആകും, ബ്ലൂ ലൈറ്റ് ഒത്തിരി നേരം കണ്ടാലും വയലന്റ് ആകും. കാരണം അത് തലച്ചോറിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഈ ലേസ് പോലെയുള്ള ഈ ഫ്രൈഡ് തിങ്സ് ഉണ്ടല്ലോ, ചെറിയ പാക്കറ്റിന്റെ അത് തിന്നുകൊണ്ട് നടക്കുക പിള്ളേർ, അത് വളരെ ചള്ളാണ്, ഹൈപ്പർ ആക്റ്റീവ് ആകും. അതുപോലെ കണ്ടമാനം ഈ ബ്ലൂ ലൈറ്റ് വെർച്വൽ ലേണിങ്ങിൻ്റെ അകത്ത് കുട്ടികൾ കണ്ടമാനം വന്നിട്ട്
ഞാൻ പല കുട്ടികളെയും ഒരു 6 മാസം 1 കൊല്ലം അറിയാവുന്ന കുട്ടികളുടെ എല്ലാം പേഴ്സണാലിറ്റി കുറെ മാറിപ്പോയി. അവര് പെരുമാറുന്നതും നോക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഇൻഡിഫറന്റ് ആയിപ്പോയി. പോയി അവരുടെ മുഖത്ത് that vibrating face is changed. Their friendship is the virtual world. They are not bothered about human relationship. They are not interested in human relationship or communication. Appo nammal orkunathu poleyalla, it has really affected children. So what do? We really have to help them. You see, the time is not enough to talk everything elaborately. So I just give you a little bit hint. At least make sure that they have enough time out. We have to make an effort to non-compromisingly study edakkanengilum. We have to give them time out in between the virtual classes. Adine parents creative ആയിട്ട് ചിന്തിക്കണം. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കാൻ കൊടുക്കുക, കഴിക്കാൻ കൊടുക്കുക, ക്വിസ് ഇടുക, പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും യോഗയോ എക്സസൈസോ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ആക്റ്റീവ് ടൈം കൊടുക്കണം. ഇൻ ബിറ്റ്വീൻ ഇഫക്ട്സ് ഓഫ് ലോങ്ങർ സ്ക്രീൻ drastically impede social and communication skill. Relationships are not as important to them. They become emotionally desensitized. ഒരു തരം ഗൗരവവും ഡൾനെസ്സുമാണ് അവരുടെ മുഖത്ത്. മുഖഭാവം തന്നെ മാറിപ്പോയിരിക്കുക. പല സ്റ്റഡികളും അവർ നടത്തി. മുഖഭാവം മാറുന്നു കുട്ടികളുടെ. അതാണ് അവർ പറയുന്നത്. They live in a bubble of safety within their virtual world. Creativity is negatively impacted. അതുകൊണ്ടാണ് ക്രിയേറ്റീവായിട്ട് പഠിക്കണം. കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ അകത്ത്, പിള്ളേരുടെ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ അകത്ത് അധികവും കൗൺസിലിംഗും ഗൈഡൻസും നമ്മൾ മാതാപിതാക്കൾക്കാണ് കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കണം. ലേണിംഗ് ഇന്റലിജൻസ് മാത്രം പോരാ. മെക്കാനിക്കൽ ഇന്റലിജൻസ്, ആർട്ട് ആൻഡ് മ്യൂസിക് ഇന്റലിജൻസ്, സ്പിരിച്വൽ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, മറ്റ് ഇന്റലിജൻസിലേക്കും കൂടെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി പേരൻസിനുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ കുട്ടികൾ വെറും പഠിക്കുക, പാസ്സാകുക, ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. അത് വേണ്ട എന്നല്ല പറഞ്ഞത്, അത് വേണം. പക്ഷെ സമഗ്രമായ ഒരു ഹീലിംഗ് ആണ് ജീസസ് ചെയ്തത്. ജീസസ് ഹീലിംഗ് കൾച്ചർ, ജീസസ് കൾച്ചർ വാസ് എ ടോട്ടൽ ആക്സെപ്റ്റൻസ് ഓഫ് എ പേഴ്സൺ. Whenever he healed, not only physically he healed, psychologically, spiritually, socially he integrated. He made them a whole person. The whole person need to be attended. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് അവരെ നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാം. എന്താണ് നമ്മൾ എന്ന് ദൈവം പറയുന്നത്? അവിടെ പരിശുദ്ധ ത്രിത്വമാണ്, the Trinity, and he is talking about male and female aspect of humanity, the total person. ആ ഒരു ഹോൾനെസ്സിലേക്കാണ് കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് ഹെൽപ്പിംഗ് സ്കിൽസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് പ്രാപ്തമായ രീതിയിൽ നമ്മൾ കുറെ പേരെയെങ്കിലും ട്രെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയും, ട്രാഡ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ കാരണം ഡി അഡിക്ഷൻ മാത്രം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കി, പല കുടുംബങ്ങളിലുമുള്ള പ്രശ്നം അവർക്ക് കൈകാര്യം ചെയ്യാനോ പറയാനോ, കുട്ടികളെ കറക്റ്റായിട്ട് പേരന്റിങ് നടത്താനോ, വിവാഹത്തിന് ഒരുക്കാനോ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് ഓൺലൈൻ കൗൺസിലിംഗ് കോഴ്സുകളുണ്ട്, ഷോർട്ട് ടൈം കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട്. ഇവിടെ 27-ാം തീയതി തുടങ്ങാണ്. പലരും ഓൺലൈനിൽ കയറുകയാണ്. പിന്നെ PG ഡിപ്ലോമ ഉണ്ട്, ചെറിയ കോഴ്സ് ആയിട്ടുണ്ട്. എന്തിനാ? ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ സേക്ക് ഓഫ് എ ജോബ്. സെൽഫ് അവെയർനെസ്. Jesus gave every person a self-awareness. When he healed, he gave them a deep self-awareness. അവനവനെ കുറിച്ച് തന്നെയുള്ള ഒരു ഉൾക്കാഴ്ച, ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, താൻ ആരാണെന്നുള്ള മഹത്വത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം. സങ്കീർത്തനം 139 വായിക്കുക. You see, you think about what did Jesus give to each and every person? Gave them a real dignified awareness about their self, that they are in the image and likeness of God. Not only as the Genesis is telling, but Isaiah is telling in 43, how precious you are.
Each child has to be told how precious and unique you are, unrepeatable, eternal being. ആ ഒരു ഫീലിംഗ് ഓരോ കുട്ടിക്കും തിരിച്ചു കൊടുക്കുക ഓരോ പേരന്റും ചെയ്യേണ്ടതാണ്. Little less than a God, you are made. Psalm 8 verse 6. And also you are reborn with the and the Holy Spirit. John 3. No other being can be very close to God in the divine aspect of the self-image. Only human beings have got the capacity to become closer to God, intimacy with God. They have to be told temple. 1 Corinthians 3:16. You are the temple of the Holy Spirit. 1 Corinthians chapter 6:19. These are very important to give them. Now you are a God's work of art. Ephesians chapter 2:10. You are a body of Christ. 1 Corinthians 12:27. And in the Romans, Jesus is again, the apostle Paul is telling, who will rescue me from this body doomed to death? There is a conflict area whenever there is suffering. Whenever there is brokenness and woundedness, we go into our fallen stage. We are in a conflict area. Every child is suffering. They go into addiction. They go into insomnia. They go into violence. They go into behavioral disorder and hyperactivity. They cannot concentrate and they become very antisocial to parents and others. Destructive, violent behavior. So, നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ്? കുട്ടികളെ തിരിച്ചു പിടിക്കുക എന്നുള്ള അത്യാവശ്യമാണ്. ഇഫക്റ്റ്. ഇനി നമുക്ക് നോക്കാം അതിന് റെമഡികൾ ഉണ്ടോ എന്ന് നോക്കാം. Okay, confinement to home. Confinement at home also leads to weight gain, uncertainty in terms of future, leading to anxiety and panic. പലർക്കും +1 അഡ്മിഷൻ കിട്ടുമോ, എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ പറ്റുമോ, എൻട്രൻസ് ടെസ്റ്റ് സമയത്ത് നടക്കുമോ, പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാൻ പറ്റുമോ, ഡാഡിയുടെ ജോബ് വൈൻഡപ്പ് ചെയ്യുമോ, മമ്മിയുടെ ജോബ് നഷ്ടപ്പെടുമോ, നാട്ടിലേക്ക് പോകേണ്ടി വരുമോ? There are so many unannounced anxieties. ഇതെല്ലാം നമ്മൾ പറയുന്നത് കുട്ടികളും ഒപ്പിയെടുക്കുന്നുണ്ട്, നമ്മളും അതിലൂടെ കടന്നു പോകുന്നു. We all are going through it. So what do? We always tell them, try to balance your present state of mind. Illuminate yourself by trusting in God. By trusting in God. There are 3 levels according to Len Coughlin's personality model: the conscious mind, the unconscious mind, and also the spiritual self. All these things, if you balance, the anxiety you can reduce. I teach here the mindfulness meditation. I tell the children, become mindful of your anxiety, how heart is beating, how breathing is becoming faster, how your muscles are twitching, how your eyes are twitching, how you are feeling restless. Become mindful and accept. With mindfulness, you accept the disturbances that you are experiencing in your body. അപ്പോഴേക്കും തന്നെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും. ആങ്സൈറ്റിയെ നമ്മൾ സപ്രസ് ചെയ്യരുത്, അവയർനെസ്സോടുകൂടി അംഗീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മളും നമ്മളോട് അത് ചെയ്യണം. നമ്മുടെ ആങ്സൈറ്റി കൊണ്ട് നമ്മൾ ഇറിറ്റേഷൻ കാണിക്കുന്നു, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, സാധനങ്ങൾ തള്ളി മാറ്റുന്നു, കഥ ബാങ് ചെയ്യുന്നു, നമ്മള് ചവിട്ടി തൊഴിച്ച് നടക്കുന്നു. ഇതെല്ലാം നമ്മുടെ ആങ്സൈറ്റിയാണ്. ബിക്കം അവെയർ. അതിനെക്കുറിച്ച് മൈൻഡ്ഫുള്ളായി അവെയർ ചെയ്ത് അംഗീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ലോവർ സെൽഫും നമ്മുടെ മിഡിൽ കോൺഷ്യസ് സെൽഫും നമ്മുടെ സ്പിരിച്വൽ സെൽഫ്, ഹയർ സെൽഫും നമ്മൾ ബാലൻസ് ചെയ്യണം. ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ദ ഡോക്ട്രിൻ ഓഫ് കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ് and the quantum physics, that we are interconnected. We are interconnected in our body, spirit, and mind. We are interconnected with the whole humanity and universe. The whole creation is in panic. The whole creation. But don't exaggerate. Become aware. God is in charge. He is in charge. So
tell them to use the faith element so that they are no longer going to experience only the woundedness, but the healing touch of Jesus, the healing touch of the Trinity. That is important. Online classes, that needs a lot of self-discipline to stay focused. കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുമ്പോൾ കൂടത്തിലിരുത്തി പഠിപ്പിക്കണം, കൂടത്തിലിരുത്തി അസൈൻമെന്റ്സ് ചെയ്തു തീർക്കാൻ സഹായിക്കണം. Don't burden them too much, but parents also are struggling because they are not able to manage household work, office work and the children. അതുകൊണ്ട് നിങ്ങളും ടൈം ഔട്ട് എടുക്കണം. കുറച്ചു നേരം പോയി ഒരു നീണ്ട കുളിയൊക്കെ കുളിച്ച് തന്നെത്താനെ മുറിയിലിരുന്ന് കുറച്ച് നല്ല ഭക്തി ഗാനങ്ങളൊക്കെ മാരാമൺ കൺവെൻഷനിലേക്ക് ഇട്ട് കാണണം, കേൾക്കണം. നമ്മളും കുറച്ച് നമ്മുടെ എനർജി തിരിച്ചു പിടിക്കണം, അല്ലെ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. പിള്ളേരോട് നമ്മുടെ ഫ്രസ്ട്രേഷൻ കാണിക്കും അറിയാതെ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചു പിടിക്കണം. Children do not benefit from online classes as much as they would from the regular table chair classroom. കാരണം അവർക്ക് ഒരു ടച്ച് കിട്ടുന്നുണ്ട്, ഒരു കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ട്, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്, അവരെ പുകഴ്ത്തി പറയുന്നുണ്ട്, 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിർത്തി സംസാരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. അത് നമ്മൾ കൊടുക്കണം. അവിടെ നമ്മൾ അവരെ ഒരുമിച്ചിരുത്തി അത് ചെയ്യിപ്പിക്കണം. How do we change the situation? Stay connected to family and friends. നമ്മൾ പറയണം, എല്ലാവരുമായിട്ട് നമുക്ക് നാട്ടിലോട്ട് എല്ലാ ദിവസവും ഫോൺ വിളിക്കാം, നമ്മുടെ കസിൻസിനെ എല്ലാം ഫോൺ വിളിക്കാം, നമ്മുടെ കൂട്ടുകാരെ ഫോൺ വിളിക്കാം. എന്തിനാ? കുറച്ച് മീഡിയയെ നമ്മൾ ഉപയോഗിക്കണം ഇവിടെ. എന്തിനാ? കണക്ഷൻ, കണക്റ്റഡ്നെസ് കൊടുക്കുമ്പോൾ ലോൺലിനെസ്സും ബോർഡവും ഇറിറ്റേഷനും ആങ്സൈറ്റിയും കുറയും. 4 വിധത്തിലാണ് ആങ്സൈറ്റി കുറയ്ക്കുന്നത്. 1 സൂര്യപ്രകാശം കൊള്ളുക, 2 റിലാക്സ് ചെയ്യുക, 3 മ്യൂസിക് ആൻഡ് ആർട്ട്, പടം വരയ്ക്കുക, പാട്ട് കേൾക്കുക, പ്രകൃതിയെ നിരീക്ഷിക്കുക. എക്സസൈസ്, നടക്കുക, ജോഗിങ്, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, റിലാക്സേഷൻ. കണക്റ്റഡ്നെസ് ഇൻ റിലേഷൻഷിപ്പ്, നമ്മൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനോട് കൂടുകയും ഉറക്കച്ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, സന്തോഷത്തിന്റെ ഒരു ഞരമ്പിനെ അല്ലെങ്കിൽ ബലം കൊടുക്കുന്ന ഒരു കെമിക്കലാണ്. അത് കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കണം, തമാശ പറഞ്ഞ് ചിരിക്കണം, സുഹൃത്ത് ബന്ധം വേണം, ടച്ച് വേണം, കയ്യിൽ മുറുകെ പിടിക്കുക, തോളിൽ കൊട്ടുക, കുട്ടികൾക്ക് എന്നും ഹഗ് കൊടുക്കുക, 3 നേരം ഹഗ് കൊടുക്കുക, കിടന്നുറങ്ങുന്നതിന് മുമ്പ്, എഴുന്നേൽക്കുമ്പം, ഇടയ്ക്ക് ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ. The more touch, oxytocin is released. Love and security is experienced. Touch is a therapy. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ, ഇന്ന് ഞാനൊരു കൗൺസിലിംഗ് ക്ലിനിക്കിൽ നിന്നാണ് ഓടി വന്നത്. 7 പേരാണ് വന്നത്. 7 പേരിൽ 5 പേരും കുട്ടികളാണ്. ആങ്സൈറ്റി കൂടിയിരിക്കുന്നു, കട്ടെടുക്കുന്നു, നുണ പറയുന്നു, വയലന്റ് ആകുന്നു, സ്റ്റബേൺ ആകുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഈ പേരൻസിനെ ഇരുത്തി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, പുതിയ ഹോബികൾ പഠിപ്പിക്കണം, പുതിയ ടാലന്റുകൾ എക്സ്പ്ലോർ ചെയ്യണം. ഡാൻസ്, പാട്ട്, തബല, ഹാർമോണിയം, ഇതെല്ലാം പഠിപ്പിക്കണം. നമ്മള് ഇത് ഓർഗൻ കൊടുക്കണം, ഇതെല്ലാം പഠിപ്പിക്കണം. How do we change the situation? Companies need to take the initiative to ensure support and communication between employees. For example, include activities such as yoga and meditation session. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നിടത്തും യോഗയും മെഡിറ്റേഷനും ചെയ്യാൻ ഒരു 15 മിനിറ്റ് രാവിലെ ഉച്ച കഴിഞ്ഞും തരാൻ പറയണം. ജോലി സ്ഥലത്ത് ആ ഓൺലൈൻ കോഫി അവർ, വെറുതെ ഇരുന്നാൽ ഓൺലൈൻ ഒരേ സമയത്ത് എല്ലാവരും കൂടെ കോഫി ഒരുമിച്ചെടുക്കുക, രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് എല്ലാവരും കൂടെ ബൈബിൾ വായിക്കുക. ഓൺലൈൻ വൈകിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥന ചെല്ലുകയോ ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ കോൺഫറൻസുകൾ അറേഞ്ച് ചെയ്യുക. There are many creative ways of getting connected. ബൈബിൾ സ്റ്റഡി തുടങ്ങുക, ചെറിയ കൗൺസിലിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുക, ഒരേ പ്രായത്തിലുള്ള പേരൻസ് ഒരുമിച്ച് ഓൺലൈൻ കണക്ഷൻസ് എടുക്കുക, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിലുള്ള ഗെയിം ഇട്ട് കൊടുക്കുക. ഇതേ മാർത്തോമ ചർച്ച് തന്നെ, സിംഗപ്പൂർ മാർത്തോമ ചർച്ച് എന്നെ വിളിച്ചിട്ടുള്ള ഓൺലൈൻ.
they are arranging a quiz program and a game through online during my class. ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് അവർ 1/2 മണിക്കൂർ കുട്ടികൾക്ക് ക്വിസും ഗെയിമും കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? ക്രിയേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടെത്തണം. ഇത് ചെയ്യാത്ത പക്ഷം നമ്മൾ വളരെ പ്രശ്നത്തിലാകും. പിന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറോ പാസ്റ്ററോ കൗൺസിലറോ ആയിട്ട് ഓൺലൈനിൽ ഡിസ്കഷൻ വെക്കണം. ഹെൽത്ത് ഇഷ്യൂസ്, സ്പിരിച്വൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ് ഇത് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അവസാനം ഒരു സുഖക്കേടായിട്ട് ട്രീറ്റ്മെന്റിന് പോവുകയല്ല വേണ്ടിയത്. ചർച്ചിന് ഇത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ചർച്ചായിട്ട് ഇത് അറേഞ്ച് ചെയ്താൽ ഇത് ഓൺലൈൻ കണക്റ്റഡ്നെസ് നമ്മളെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തി കേന്ദ്രീകരിക്കും. പിന്നെ ഗവൺമെന്റിനെ കുറിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. അടുത്തത്, school going children should have time out periods from the screen, be involved in more household activity. ഇവിടെ എല്ലായിടത്തും ചെയ്യിപ്പിക്കുന്നതാണ്. വീടിന്റെ ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കുന്ന പിള്ളേരെ കൊണ്ടാണ്. കുക്കിങ്ങിന് സഹായിപ്പിക്കുന്നുണ്ട്. പശു ആടൊക്കെ ഉള്ളവർ അതിനെ കുളിപ്പിക്കാനും എല്ലാം കൂടുന്നുണ്ട്. മീൻ വളർത്തുന്നവർ മീനെ പിടിക്കാനും മീനെ ക്ലീൻ ചെയ്യാനും. എന്തിനാണെന്നറിയോ? ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൻ്റെ അത് ഉൾപ്പെടുത്തുകയാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ഓർക്കിഡുകളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ചെറിയ പൂച്ചെടികളുണ്ട്. അതിന് വളമിടുക, വെള്ളം ഒഴിക്കുക, വീട് വൃത്തിയാക്കുക, കർട്ടൻ നേരെയാക്കുക, പിന്നെ ബെഡ് വിരിക്കുക, മുറി ക്ലീനാക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികൾ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. Make them feel connected and involved. When they become more involved in house chores like cleaning and helping in the kitchen, they learn that they should pitch in for help when and where needed. Children should be encouraged to explore new hobbies. Okay, അതെല്ലാം മൂഡ് ചേഞ്ചിന് വേണ്ടിയിട്ടാ, മൂഡ് പോസിറ്റീവ് ആകുന്നതിന് വേണ്ടിയാണ്. Okay, all right, now you can ask me some questions. I have got more things to talk, but if I go on telling many things it may be confusing. But please understand, Jesus' healing was always the whole person. The culture of Jesus the healer, he is revealing God's love. It is a total love of God that he was revealing. So the purpose of our life also is, the fulfillment of our life also is to reveal the love of God fully, unconditionally. ആ ഒരു കൾച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാക്കിയെടുക്കുക. In Exodus 15:26 and Leviticus 26:3-4, God is the one and the only healer. God is the only healer. It is the divine purpose. The healing is a divine purpose. He gives sicknesses and difficulties whenever people go away from normal path of life, to remind them the purpose of their life, to balance them so that they are not slave to this world, and to detach them from too much of attachment to worldly goods and worldly pleasures. So it's a way of balancing by God. He is healing us. He is healing us. You can ask me question, any number of question is welcome. Okay, we have got many situations how Jesus brought healing, restoring the life of the son of the royal official. Every time when he was healing, he was giving meaning to life. A new meaning to life was his ultimate way of healing. ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടാക്കി കൊടുത്തു. നീ എന്തിനായിട്ട് ജനിച്ചു? നീ ദൈവത്തിന്റെ മകനോ മകളോ ആണ്. നീ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീ വണ്ടർഫുള്ളി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്ന ഒരു ബോധ്യത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുവരുന്നത്. Whenever a community is sick, they violate God's command and desire. So, നമ്മൾ സിക്നെസിൻ്റെ അകത്തൊന്നും തിരിച്ചു വരുമ്പോൾ എ കമ്മ്യൂണിയൻ ബിറ്റ്വീൻ പീപ്പിൾ ആണ് വരേണ്ടത്. നമ്മുടെ യാത്ര, ദൈവത്തിലേക്കുള്ള യാത്ര ഒരു സംഘയാത്രയാണ്. ആ ഒരു കമ്മ്യൂണിയനിലേക്ക് കൊണ്ടുവരാനാണ് ഈ സിക്നസ് എല്ലാം വന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു, ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു, ഈക്വാളിറ്റിയിലേക്ക് വരുന്നു,
ഷെയറിങ് ആൻഡ് കെയറിങ്ങിലേക്ക് വരുന്നു. മാർജിനേറ്റഡ് ഉള്ള ആൾക്കാരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നു. അല്ലെ, നമ്മൾ അന്നന്നത്തെ ജോലി, ബാങ്കിലെ പൈസ, അതിന്റെ സെക്യൂരിറ്റി, പ്ലഷർ ഓഫ് ലൈഫ്, ഇതിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. സോ ആക്ച്വലി God is bringing us back into a real healing which is giving meaning to our life, a new meaning to our life. Most of the messages of Jesus are delivering people through preaching and healing from loneliness, from poverty, from rejection, from sinfulness, from everywhere he is healing us. He is bringing us to a communion, sharing and holding in common, a participatory world, a communion, a commonality with each other, participation in social life, in fellowship, in communication, koinonia, which is a partnership with the source of our new being in God, a new being in the Holy Spirit, our union of self with others and the environment, our union of self with others and the environment, a koinonia experience Jesus is bringing through this, his culture, his communion. Jesus answered and said, most especially I say to you, the Son of Man can do nothing of himself, but what he sees the Father do, or whatever he does, the Son also does in like manner. For the Father loves the Son and shows him all things that he himself does, and he will show him greater works than these, that you may marvel. John 5:19 and 20. Jesus modeled a lifestyle of communion with the Heavenly Father, from which he derived his identity. And he, in his ministry, he is revealing to us this relationship. God is relationship. Have intimate relationship with one another. That will lead you to God through Jesus, to the Father. That is what we have to learn while we are suffering in this outward life. This outward life is going to lead us to a spiritual life of communion with each other and communion with God. So let us change our attitudes. Let us change our attitude towards one another, attitude towards life, and attitude towards children, attitude towards any kind of job that we have. Whenever we have a job, we forget God. We give importance to our job and money. Whenever we build a house, we think our identity goes with the size of our house. Whenever we buy a new car, our identity goes with the size of our new car. We forget our identity that we are children of God. Just like Israelites in the Exodus experience, Psalm 105 is talking about Exodus memorial. God remembered them and they remembered God. How? God remembered his covenant with Abraham. People remembered God, how God saved them from Egyptian slavery. We also were slaves to sin. We are a new being in baptism. Let us also remember that God has saved us and be grateful. Otherwise, we become like Israelites, stubborn, sinful, murmuring, gossiping. The worst sin is through tongue, as Saint James says. Gossiping and murdering people, cursing people, rejecting people, abusing people, and unnecessary talk, uncharitable talk, unnecessarily divulging the secrets and truth about people's weaknesses. You see, these sinfulness, we have to say goodbye. This is a time to remind ourselves to change our attitudes in our thinking, in our feeling, in our behavior. That's what counseling is. Every counseling is personal enhancement. Personal enhancement means new model of living, learning new skill, new way of relating, forgiveness, unconditional forgiveness. As God has forgiven you, forgive others. Then you are keeping relationship with yourself
with the people and with the environment. Let us become grateful and be aware about our life and the glory of God's redemption. That's what I want to share with you during this pandemic. Don't be panic about future. Don't be nostalgic about past glories. Live in the present and balance it. Don't go away from hope. Don't go away from hope. പ്രതീക്ഷ കളയരുത്. പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഭാവി ദൈവം വച്ചിട്ടുണ്ട്. നമ്മളെ 40 വർഷം ഇസ്രായേലിന്റെ വട്ടത്തിൽ കൊണ്ടു നടന്നതുപോലെ അവരുടെ വെർത്തുവയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവരുടെ തീരാത്ത ചില കാമപ്രാന്തുകളും ഭക്ഷണപ്രാന്തുകളും ഈജിപ്തിനോട് ഉണ്ടായിരുന്നത് മറന്നു കളയുന്നതിന് വേണ്ടി പുതിയതായി തരുന്ന കാനാൻ ദേശത്തെ നന്ദിയോടെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദൈവം എക്സഡസ് എക്സ്പീരിയൻസ് തരുന്നു. മരുഭൂമി അനുഭവം തരികയാണ്. Will come into glory. There is a glory waiting for us. He is a loving God. He keeps his covenant. He remembered his covenant with Abraham, generation to generation. He will help us. This is a time to come together as church, as community, to go beyond boundaries and make fellowship, to have more time in human relationship, to have more time in the word of God and in expounding the word of God. Share the word of God. Have more helping skills. Have more, potentials which you never practiced. Helping skill ഒക്കെ എല്ലാവർക്കും ഉണ്ട്. സെൽഫ് അവയർനെസ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അവനവന്റെ നെഗറ്റീവ് ഷാഡോ സൈഡും പോസിറ്റീവ് സൈഡും അവയർനെസ്സോട് കൂടി സ്വീകരിക്കാം. മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ കൊടുക്കാം. ഇതിനെല്ലാം ഉള്ള അവസരമാണിത്. അപ്പോൾ ബോറടിക്കേണ്ട. എന്തെങ്കിലും ചെറിയ കോഴ്സിൻ്റെ അകത്ത് കൂട്. അപ്പോൾ അത് പഠിക്കും, അതിന്റെ അസൈൻമെന്റ് ചെയ്യും. മാത്രമല്ല നമ്മളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ആഴത്തിൽ ഒരു അറിവ് കിട്ടും. അഡ്ജസ്റ്റഡ് ആകും. ഫോർഗീവ്നെസ്സിന് കപ്പാസിറ്റി കിട്ടും. അൺനോൺ ഏരിയയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കും. പുതിയ ഒരു ലോകത്തെ കണ്ടുമുട്ടും. എല്ലാം ദൈവം നല്ലതിനു വേണ്ടി ചെയ്യുന്നു. ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നതല്ല. എവറിത്തിങ് ഈസ് ഫോർ ഗുഡ്. എല്ലാം നല്ലതിനു വേണ്ടിയാണ്. എല്ലാം നന്നായി പര്യവസാനിക്കും. ഹാവ് ഹോപ്പ് ആൻഡ് കറേജ്. ചോദ്യം ചോദിക്കാം. എത്ര സമയം വേണേലും ഞാൻ സംസാരിക്കാം. എനിക്ക് ടോപ്പിക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കും. നാളെ ബാക്കി പറയാം. Those who want to ask a question, please raise your hands and one of the hosts will unmute you. So, yeah. സിസ്റ്റർ, എന്റെ പേര് റോയ് എന്നാണ്. സിസ്റ്റർ ആദ്യം പറഞ്ഞു ഈ പാൻഡമിക് ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലെസ്സിങ്ങിൽ നമ്മൾ ഇനി മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഒരു ജീവിത ക്രമം ആവശ്യം. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് പഠിച്ചുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ വന്നിട്ട്. പക്ഷെ സിസ്റ്റർ പറഞ്ഞപ്പോ ഒരു പുതിയ എനർജിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. പക്ഷെ ഈ എനർജി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ആരെ കണ്ടാലും അങ്ങ് പ്രയാസമാണ്. പക്ഷെ ഇന്ന് സിസ്റ്ററെ കണ്ടപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതുജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നമ്മൾ ഇനിയും മുമ്പോട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കാണുമ്പോൾ അവരെ ഇതിലൊന്ന് നിലനിർത്തുവാൻ നമുക്ക് എന്താണ് നമ്മൾ ചർച്ചയായിട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഒരു പുതിയ ജീവിതക്രമത്തിന് ആവശ്യമായ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ആ ഡിസിപ്ലിൻ ആണ് വേണ്ടത്. ഒരു പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കണം വീട്ടിലും. പണ്ടത്തേതുപോലെ നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡും സ്പീഡ് കുറയ്ക്കണം ഒന്നാമതായിട്ട്. കാരണം നമ്മൾ ഒത്തിരി സ്പീഡിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവരോട് പറയണം, ആഗ്രഹങ്ങളുടെ സ്പീഡ് കുറയ്ക്കണം, പ്രവൃത്തിയുടെ സ്പീഡ് കുറയ്ക്കണം, പലതിൻ്റെ സ്പീഡ് കുറച്ച് ജീവിതം ആസ്വദിച്ച് നന്ദിയോടെയും ജീവിക്കുക, കണക്ട് ചെയ്ത് ജീവിക്കുക. ആ ഒരു രീതിയെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുതിയ ചെറിയ ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ടാക്കണം. കോഫി ബ്രേക്കിന് പോലും നമ്മൾ ഓൺലൈൻ കോഫി ബ്രേക്ക് ഉണ്ടാക്കണം.
മനസ്സിലാകുന്നുണ്ടോ? ചെറിയ ഹോബികൾ ഉണ്ടാക്കണം, എക്സസൈസുകളുടെ, യു അണ്ടർസ്റ്റാൻഡ്, ബൈബിൾ സ്റ്റഡിയുടെ, കൗൺസിലിംഗ് ഗ്രൂപ്പിന്റെ, ചെറിയത് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കണം പള്ളിയിൽ തന്നെ. അപ്പൊ നമ്മൾ കണക്റ്റഡ് ആവും, ആ ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കും. ഞങ്ങളിപ്പോ മദ്യപാനികൾക്ക് ചെയ്തിരിക്കുന്നതാ, ഓൺലൈനായിട്ട് തന്നെ അവരുടെ ഫോളോ അപ്പ് വെച്ചിട്ടുണ്ട്, ഓൺലൈനായിട്ട് AA ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്, ഓൺലൈനായിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ട്, ഓൺലൈനായിട്ട് ബൈബിൾ സ്റ്റഡി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? നമുക്ക് പഴയതിനെ പഠിച്ചിട്ട് കാര്യമില്ല. 1.5 കൊല്ലം കഴിഞ്ഞു, ഇനി 1.5 കൊല്ലം കൂടി ഇത് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കണ്ടേ? ഓരോ മോമെന്റിലെ ബ്ലെസ്സിങ് കാണാനാ പഠിപ്പിക്കേണ്ടത്. പഴയത് നോക്കി കരയാനും വരാനുള്ളതിനെ ഓർത്ത് ആവലാതിപ്പെടാനും അല്ലത്. ഓരോ മോമെന്റിലും ഒരു അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ് ദൈവം തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നിപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോ മാർത്തോമാ സഭയിൽ സംസാരിച്ചിട്ട് 5-10 കൊല്ലം കഴിഞ്ഞായിരുന്നു. ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുകയാണ്. ഇറ്റ് വാസ്, അമേരിക്കയിൽ എപ്പോഴും സക്രിയാസ് തിരുമേനിയുടെ കാലത്ത് പോയി എല്ലാ കൊല്ലവും തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാ. ഞാൻ എന്താ ബ്ലെസ്സിങ് കാണുന്നത്? ഒരു എഫേർട്ട് ഇടണം. ഞാൻ ഈ മെക്കാനിസം പഠിച്ചെടുത്തു, പിന്നെ എൻ്റെ അടുക്കൽ എൻ്റെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട് എന്നെ സഹായിക്കാൻ. ഇത് പവർ പോയിന്റ് കയറ്റാനും ഇതേ കയറ്റാനും ഇത് ഓപ്പറേറ്റ് ചെയ്യാനും. എന്താ, ഒരു പുതിയ സ്കില്ല് പഠിച്ച് ഒരു ലോകത്തിലേക്ക് വന്ന് പുതിയ മെത്തേഡിൽ ദൈവവചനം പ്രസംഗിക്കുക, ഹീലിംഗ് മിനിസ്ട്രി നടത്തുക. എവറി ടൈം എല്ലാവർക്കും ദൈവം ഇങ്ങനെ തന്നിട്ടുണ്ട്. ടേക്ക് യുവർ എനർജി ബാക്ക്, ടേക്ക് യുവർ പവർ ബാക്ക്, telling that God is here, he is with me, I didn't know it. ജേക്കബ് പറഞ്ഞതുപോലെ ദൈവം ഇവിടെയുണ്ട്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ കടന്നുകൊണ്ട് മൽപ്പിടുത്തം ചെയ്യുന്നു. ഗോഡ് ഈസ് ഹിയർ. നമ്മൾ ഒരുമിച്ച് എഴുന്നിട്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെക്കാളും ഐഡിയാസ് ഉണ്ട്, കുവൈറ്റ് ജീവിക്കുന്നവരല്ലേ, എന്നെക്കാളും ഐഡിയാസ് ഉണ്ട്. ഒത്തിരിയും പിള്ളേർക്ക് മറ്റ് ആരോഗ്യപരമായ ഗെയിമുകൾ കൊടുക്കുക. അല്ലാത്തത് കൊണ്ടാണ് അവർ ഈ വീഡിയോ ഗെയിമിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആയി പോയിരിക്കുകയാണ്. 12 മണി രാത്രി, 1 മണി രാത്രി, അഡിക്റ്റഡ് ടു മൊബൈൽ, അഡിക്റ്റഡ് ടു TV. ഇങ്ങനെ കണ്ടമാനം പിള്ളേര്, എല്ലാ പിള്ളേരും ഇല്ല കേട്ടോ, പക്ഷെ ഒരു 20%, 25-30% ആയിപ്പോയി. Thank you, Mr. Roy. Mr. Bobby George. Yes. Good afternoon, Dr. Joan. ഇന്ന് കാണാൻ കഴിഞ്ഞില്ല, വളരെ സന്തോഷം. ഇതോട്ടെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നിപ്പോ എന്തെങ്കിലും ഓൺലൈൻ വന്നുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോഴ് പല ആൾക്കാർ ഉൾവലിഞ്ഞിരിക്കുക, പുറത്തോട്ട് വരുന്നില്ല. ഇവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയാലും അവരകത്ത് തന്നെ നിൽക്കും. ഇപ്പൊ ഇവൻ ഞങ്ങൾക്ക് ചർച്ചിലാന്ന് പറഞ്ഞാലും ഇവൻ സർവീസ് ഓൺലൈൻ സർവീസ് ഉണ്ട്. ഓക്കെ, അത് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പല ആൾക്കാർ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ വിളിക്കുന്നുണ്ട്, ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, വരാമെന്ന് പറയുന്നുണ്ട്. അറ്റ് ദ എൻഡ് അവർ വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്? അത് ഒരു പരിധി വരെ സംഭവിച്ച് ഞാൻ പറയാനാണ്. ഇൻകം കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക, അല്ലെ ജോലിയുടെ സ്ഥിരതയിൽ ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ നാട്ടിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിക്കുക. ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. ഇതൊരു ചലഞ്ചായിട്ടാണ് എടുക്കേണ്ടത്. ദൈവം എന്താ പറഞ്ഞത്? നമ്മള് വായിക്കുന്നുണ്ട്, എന്താണ് ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, 12 വർഷം രക്തസ്രാവം പിടിപെട്ട സ്ത്രീ. എന്തൊരു തൻ്റെടമായിരുന്നു ആ സ്ത്രീക്ക്. ഒരു ബോൾഡ്നെസ് ആണ് വരേണ്ടത്. ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഒരു സിക്നെസ്സോ ഒക്കെ വരുന്നത് പോലെ ഒരു ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ്, അല്ലേ? ചർച്ച് ഈസ് എ പ്ലേസ് വിച്ച് ഈസ് ഗിവിങ് എസ് എ ലോട്ട് ഓഫ് സ്പിരിച്വൽ എനർജി. ആ സ്പിരിച്വൽ എനർജിയിലേക്ക് വരാനായിട്ടുള്ള ഫെയ്ത്ത് നമ്മളൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. നമ്മളല്ലാണ്ട് സോഷ്യൽ സ്റ്റേറ്റസ് അല്ല നോക്കേണ്ടത്, പണത്തിന്റെ കോൺട്രിബ്യൂഷനും അല്ല നോക്കേണ്ടത്. പണം എല്ലായിടത്തും പുറകോട്ട് പോയി, ജോലി എല്ലായിടത്തും പുറകോട്ട് പോയി. പക്ഷേ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായല്ലോ. ചിലപ്പോ ഞാൻ പറയട്ടെ, നട്ടുച്ചയ്ക്കുള്ള സൂര്യന് ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞ പോലെ ഒത്തിരി പണമുള്ളപ്പം ബഹളി കൂടുതലാണ്. ഒരുത്തരോടും ബന്ധമില്ല, സൂപ്പർഫിഷ്യലാ, ഹൈന്ന്. ഇൻ ദി ഈവനിങ് ഓഫ് ലൈഫ് നമ്മൾ ഒരു കപ്പ് കാപ്പി കൊടുത്താലും നമ്മൾ വർത്തമാനം പറഞ്ഞ് മുഖത്ത് നോക്കി ചിരിച്ചോണ്ടാണ് കാപ്പി കുടിക്കുന്നതും കൊടുക്കുന്നതും. എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്യുന്നതും
ഇച്ചിരി പണം ഇല്ലാതെ പോകുന്നതും കുറച്ചുനാൾ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നതും ഒന്നും ഒരു നാണക്കേടായിട്ട് എടുക്കരുതെന്ന് പറയണം. ബി കണക്റ്റഡ്, ബി ഓൾവേസ് കണക്റ്റഡ്. ഡോണ്ട് ഗോ ഇൻ ടു ഷെയിം ആൻഡ് ഗിൽറ്റ്. ഷെയിം ആൻഡ് ഗിൽറ്റ് എന്ന് പറയുന്ന രണ്ട് വികാരങ്ങളാണ് മനുഷ്യന്റെ ആധ്യാത്മികത പോലും നശിപ്പിക്കുന്നത്. ഇതാണ് ആദി മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചത്. ആദം നീ എവിടെ? ഉടനെ നാണക്കേടും ഭയവുമാണ് വന്നത്, കുറ്റബോധമാണ് വന്നത്. Get out of that. Think about the love of God, the precious goodness that he has given. എത്രമാത്രം പേര് സ്നേഹിക്കുന്നു, അവരുടെ മുഖം മനസ്സിൽ കാണ്. എന്തെല്ലാം നന്മ ഇന്ന് വരെ തന്നു, അതോർത്ത് നന്ദി പറയുക. ഇന്നും എന്തെല്ലാം കയ്യിലിരിക്കുന്നു, അതോർത്ത് നന്ദി പറയുക. ജീവിച്ചിരിക്കുന്നു എന്നതിനെ ഓർക്കുക, ആരോഗ്യമുണ്ടെന്നുള്ളതിനെ നോക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന വിശ്വാസമുണ്ടെന്ന് ഓർക്കുക, ഒരു കുടുംബമുണ്ടെന്ന് ഓർക്കുക. ഇതെല്ലാം ഇങ്ങനെ നല്ല വശം പറയിപ്പിക്കണം, പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. ഡോണ്ട് ഗോ ഇൻ ടു ഗിൽറ്റ് ആൻഡ് ഷെയിം. അതുകൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നു വളരെ മെന്റൽ ഹെൽത്തിനെ ദൂഷ്യം ചെയ്യും. ഗിൽറ്റ് ആൻഡ് ഫിയർ ആൻഡ് ഷെയിമിലേക്ക് പോകുന്നവർക്കെല്ലാം വൈൽഡ് ഡ്രീംസും ഡിപ്രഷൻ ഒരു കോമൺ ഫാക്ടറായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡിപ്രഷന് ഷെയിം ആൻഡ് ഗിൽറ്റ് ആണ്. ഷെയിം ആൻഡ് ഗിൽറ്റ് വരുന്നതെല്ലാം പെർഫെക്ഷൻ മാനിയ ഉള്ളവർക്കാണ്. പൊങ്ങി നിൽക്കണം, എപ്പോഴും പൊങ്ങി നിൽക്കണം. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ബി ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. പോസിറ്റീവായിട്ട് ലുക്ക് ചെയ്യണം ജീവിതത്തെ. ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നോക്കണം, സ്നേഹത്തോടു കൂടി നോക്കണം, അംഗീകരിക്കണം. എപ്പോഴും REBT എന്ന് പറയുന്ന തെറപ്പിയിൽ അവർ പറയും 4 കാര്യങ്ങളാണ് ഒരാളെ അൺഹാപ്പി ആക്കുന്നത്. മറ്റുള്ളവർ എന്നെ പോലെ ആകണം, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറണം, എൻ്റെ ജീവിതം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ പോകണം. അങ്ങനെ ചിന്തിച്ചാൽ ഡിപ്രഷൻ അടിക്കും. ഞാൻ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു തരണം, അങ്ങനെ വിചാരിച്ചാലും ഡിപ്രഷൻ ഉണ്ടാകും. എന്നെ ആരും വിമർശിക്കാനോ എന്നെ ഒരു തിന്മകളും കണ്ടുപിടിക്കാനോ കുറ്റം പറയാനോ പാടില്ല. എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാനും പാടില്ല. പെർഫെക്ഷൻ മാനിയ. അന്നേരവും ഡിപ്രഷൻ അടിക്കും. ഇതൊക്കെ തന്നെയാ ഇപ്പൊ സംഭവിക്കുന്നത്, അല്ലേ? Get out of that distorted cognition. ലോകത്തെ കാണുന്ന കാഴ്ചപ്പാട്, ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട്, അവനവനെ കാണുന്ന കാഴ്ചപ്പാട് തിരുത്തുക. എനിക്ക് ആവറേജ് ആയിരുന്നാൽ മതി, എനിക്ക് ഓർഡിനറി ആയിരുന്നാൽ മതി. അതുകൊണ്ടാണ് ദൈവം അനേകരെ ഓർഡിനറി ആയിട്ട് സൃഷ്ടിച്ചത്. ദൈവത്തിന് അവരെയാണ് ഇഷ്ടം, ദൈവത്തെ പോലെ ആകുന്നവരെ അല്ല. He likes a sinner. He went after the marginated. He looked for the poor and the weak. Why? They are more dependent on God. ദൈവത്തെ കൂടുതൽ ആശ്രയിക്കും. എനിക്കത് മതി എന്നാണ് തീരുമാനിക്കേണ്ടത്. Thank you, sister. സിസ്റ്റർ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻ ഒരു എക്സോഡസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പറയുണ്ടായി. ഈജിപ്ഷ്യൻസ് അനുഭവത്തിൽ നിന്നും ഒരു വ്യത്യാസം ഈ മരുഭൂമിയിലെ പ്രയാണത്തിൽ വരുത്തി ഒരു പുതിയ കനാനിലേക്കുള്ള യാത്രയായിട്ട് കാണുകയുണ്ടായി. നമ്മള് ഈ പുതിയ കനാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പുതിയ ജനറേഷനാണ് പ്രവേശിക്കുന്നത്, ഒരു ന്യൂ ജനറേഷനാണ് പ്രവേശിക്കുന്നത്. അപ്പൊ പഴയതെല്ലാം മാറി പുതിയൊരു ലോകത്തിലേക്ക്, ഒരു പുതിയ ക്രമത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അപ്പൊ ഇപ്പം ഈ ബോബി തന്നെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴയ ജനറേഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾവലിയാനുള്ള ഒരു ശ്രമം എല്ലാ രംഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അച്ഛൻ എന്നുള്ള നിലയിൽ ഈ ഒരു 400-500 പേരൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആരാധനയിൽ ഇപ്പൊ 70-60 പേരൊക്കെ ഉള്ളു ഇപ്പൊ ആരാധനയില്. അതുപോലെ തന്നെ ക്രൗഡ് ഇന്ന് ക്രൗഡ് നമുക്ക് പലയിടത്തും കാണാൻ ഒഴിവാക്കിയിരിക്കുന്നു. സോഷ്യലൈസേഷൻ, പണ്ട് കുടുംബങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാമായിരുന്നു. ഇന്ന് അത് ഒരുപാടെടുത്ത് കുറഞ്ഞു വരുന്നു എന്ന് പറയാം. പരിപൂർണമായിട്ട് നിന്നിട്ടില്ല, എന്നാൽ കുറഞ്ഞു വരുന്നു ഉള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ നമ്മളൊരു പുതിയ ലോകക്രമത്തിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യം പരിശോധിക്കുമ്പോൾ പിന്നെയും അവർ പഴയ പോലെ തന്നെ പാപം ചെയ്യാൻ തുടങ്ങി, പിന്നെയും അവർ പ്രവാസത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോ ഇവിടെ നമ്മൾ എപ്പോഴായാലും മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ ഒരു വിഡ്രോയിലേക്ക് വരിക,
പിന്നെയും ദൈവം അവരെ മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവരെ നന്നാക്കി നിർത്തുക. അപ്പോഴും ഈ ഒരു ലോകക്രമം ഇങ്ങനെ അങ്ങ് തുടർന്നു പോവുകയാണോ, അതോ ഒരു കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു അനുഭവത്തിലേക്ക് വരികയാണോ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എപ്പോഴും എന്റെ അച്ഛ എപ്പോഴും ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് പാൻഡമിക് പോലെ വന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലഡ് ഉണ്ടായി, നമുക്ക് പലതരത്തിലുള്ള എക്സഡസ് ഉണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധം വന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള വിസ മുടക്കിയപ്പോൾ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ കൂടെ കേരളീയർ കടന്നു പോയിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ പാൻഡമിക് ലോകം മുഴുവനും ബാധിച്ചതുകൊണ്ട് എല്ലാവരും ഉറക്കെ പറയുന്നു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ പൊക്കോണ്ടായിരിക്കുന്നത്. ആക്ച്വലി അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഗോഡ് ഈസ് വിത്ത് us എന്നുള്ള ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മ നമുക്ക് വേണം. ആ ഓർമ്മ ഇല്ലാതെ പോകുമ്പോഴാണ് ഈ മനുഷ്യനെ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഈ നമ്മള് പാപം ചെയ്തു പോയി, നമ്മൾ ജീവിച്ചിരുന്ന ശൈലി തെറ്റിപ്പോയി, ഒത്തിരി ആർഭാടത്തിലേക്ക് പോയി, ഒത്തിരി പണത്തിൽ ആശ്രയിച്ചു, ഒത്തിരി സ്വാർത്ഥതയിൽ കുടുങ്ങിപ്പോയി എന്ന് ഏറ്റു പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വലിയൊരു പരിതാപകര അവസ്ഥയല്ല. ഒരു ബാലൻസ് ചെയ്യാൻ ദൈവം തന്നെ ഒരു ഇന്റർവെല്ലാണിത്. സത്യത്തിൽ ഇത് കാനാൻ ദേശത്തേക്ക് പോയ ഇസ്രായേലൈറ്റ്സിന്റെ തനി കഥയാണ്. അവര് റിബല്യസ് ആകുന്നു, ഉടനെ ഇറച്ചി വരുന്നു, ഇറച്ചി കിട്ടിക്കഴിഞ്ഞപ്പം വെള്ളമില്ല, അത് കഴിയുമ്പോൾ പിന്നെ മുറുമുറുക്കുന്നു, അതിന് കയ്പാന്ന് പറയുന്നു, അത് കഴിഞ്ഞ് ലീഡർഷിപ്പിനെ വഴിപറി പറയുന്നു, അത് കഴിഞ്ഞപ്പം അവര് ഇത് കൂടിയ സാധനങ്ങൾ ഉള്ളിടത്തുനിന്നാണ് വലിച്ചോണ്ട് വന്നതെന്ന് പറയുന്നു. ഇതെല്ലാം അല്ലേ നമ്മൾ ചെയ്യുന്നത് നോക്കിക്കുക. അതിനാ ഞാൻ ആ സങ്കീർത്തനം 105 പറഞ്ഞത്. സങ്കീർത്തനം 105ഉം 78ഉം 136ഉം 135ഉം ഇസ്രായേൽ ജനത്തിന്റെ ഈ ഹിസ്റ്ററിയെ മെമ്മറൈസ് ചെയ്യുക. എന്തിനാ ഇത് മെമ്മറൈസ് ചെയ്യുന്നത്? അച്ഛൻ പറഞ്ഞ പോലെ വരും തലമുറയും ഇത് മറക്കരുത്, വരും തലമുറയും ഇത് ഓർക്കണം. വേണ്ടേ? We shouldn't stop telling the story. We have to remember, and God is also remembering. His remembrance is very faithful remembrance. He is a faithful God and unconditionally loving God. അല്ലേ? പക്ഷെ അത് കാണാനുള്ള ശേഷി ഇല്ലാതെ പോയത് ആർക്കാ? ചില നഷ്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നവരാണ്, അവരുടെ അജണ്ടയിൽ കുടുങ്ങി കിടന്നവരാണ്. അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാ. വേറെ ഓപ്പർച്യൂണിറ്റി കാണാത്തത് ആരാന്നറിയോ? അങ്ങനെയുള്ളവരാ. പണമായി, ജോലിയായി, കുവൈറ്റ് വന്നു, ഇനി ഇത് മതി, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അല്ലാത്ത പക്ഷം ദൈവം ഉണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അതാ ഇവര് പറയുന്നത് 3 levels ഓഫ് പേഴ്സണാലിറ്റിയിൽ ഹയർ ലെവലാണ് സ്പിരിച്വൽ ലെവൽ. അതിലേക്ക് വന്നിട്ടില്ല. മിഡിൽ ലെവലിലോ ലോവർ ലെവലിലോ ആണ് ഇവര് ദൈവത്തെ കണ്ടത്. പക്ഷെ എല്ലാരെയും വിളിച്ചു കൂട്ടണം എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ ഒരു പള്ളി വരത്തില്ലെങ്കിൽ ഏരിയ തിരിച്ചെങ്കിലും കണക്റ്റഡ് ആക്കണം അച്ഛൻ. എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആക്കണം. ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 400 പേര് വന്നിടത്ത് 70 പേരായിട്ട് കുറച്ചെങ്കില് അത് അവരോട് പറയണം. അവരെന്തോ ഡിപ്രഷനിലേക്ക് പോയിരിക്കുക. അപ്പൊ 4 പേരെ കാണിക്കാനും കാണാനും ആണോ പള്ളി വന്നുകൊണ്ടിരുന്നത്? അതേ അവനവനൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിരുന്നു? ആ ചോദ്യം ചോദിക്കണം. They need to go back into the study of the word of God. What was keeping them alive? Showing off ആയിരുന്നു, ഒരു പ്രഹസനവും ഒരു ബഹളവും ആയിരുന്നു? അതെയോ did they find a spiritual connectedness? ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൂട്ടായ്മ ഒരു മസ്റ്റാണ്. ഒരു കമ്മ്യൂണിയൻ ഈസ് എ മസ്റ്റ്. വണ്ടർ ഓഫ് സെൽഫും വണ്ടർ ഓഫ് കമ്മ്യൂണിയനും ആക്സെപ്റ്റൻസും. സെൽഫ് ആക്സെപ്റ്റൻസിലൂടെയാണ് വണ്ടർ ഓഫ് സെൽഫ് വരുന്നത്. വണ്ടർ ഓഫ് സെൽഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഹീലിംഗ് റിലേഷൻഷിപ്പിലേക്ക് വരും. ഹീലിംഗ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഫൊർഗീവ്നെസ്സിലേക്ക് വരും. ഫൊർഗീവ്നെസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഹീലിംഗ് ഓഫ് മെമ്മറി വരും. ഹീലിംഗ് ഓഫ് മെമ്മറിയിൽ നിന്നാണ് ഇന്നർ ഹീലിംഗ്, അതിൽ നിന്നാണ് കമ്മ്യൂണിയനിലേക്ക് വരുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എടുക്കാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ ആൻഡ് കം ഔട്ട്. അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്രിയേറ്റീവായിട്ട് അച്ഛന് അവരോട് പറയണേ. എത്ര ബുദ്ധിയുള്ളവരും സയന്റിസ്റ്റും ഒക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്
ഒരു എന്നതാ കമ്പ്യൂട്ടർ സയൻസിലുള്ള സയന്റിസ്റ്റ് മാത്രമായാൽ പോരാ, സ്പിരിച്വൽ ഏരിയയിലും സയന്റിസ്റ്റ് ആകണം. അതും ഒരു ഇന്റലിജൻസ് ആണ്. സ്പിരിച്വൽ ഇന്റലിജൻസ് ഈസ് എ ഇന്റലിജൻസ് ടു സീ ബിയോണ്ട് വൺ സെൽഫ്, ടു സീ ദ വണ്ടർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ദ വണ്ടർ ഓഫ് ഗോഡ്സ് പവർ. ജോബിനെ പോലെ ഇന്നലെ വരെ ഞാൻ നിന്നെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഞാൻ നിന്നെ കാണുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ജോബ് ദൈവത്തെ തിരിച്ചറിഞ്ഞത്, അല്ലേ? അതുപോലെയാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. സ്പിരിച്വൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ട ടൈമാണ്. ക്രിയേറ്റീവ്ലി ഹൗ ടു വർഷിപ്പ് ഹിം, ഹൗ ടു കം ക്ലോസർ ടു ഹിം, ഹൗ ടു ഫീൽ ഇന്റിമസി വിത്ത് ദ ഡിവൈൻ പവർ. അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് ഈ 70 പേര് പോലെ ഞാനും ഒരു 100-300 പേരെയാ പ്രതീക്ഷിച്ചത് കാണാന്. മാർത്തോമ ചർച്ചിൽ എവിടെ ചെന്നാലും അത്രയും പേരുണ്ട്, അമേരിക്കയിലും എല്ലായിടത്തും. ഞാനും അതിശയിച്ചു പോയി, ഇത് നമ്പർ കുറവാണല്ലോ. സത്യം ഞാൻ പറയാ, വെറുതെ പറയല്ല. ഐ വാസ് സർപ്രൈസ്ഡ്. തിരിച്ചു പിടിക്കണം. നിങ്ങളൊരു റിവൈവ്ഡ് ചർച്ചാണ്. നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകേണ്ടിവരാണ്. ഇവഞ്ചലൈസേഷൻ പാർട്ട് ഓഫ് യുവർ ലൈഫ് സ്റ്റൈലാണ്. കൊണ്ടുവരണം. Yes, Sister John, can I ask a question? It's a question. It's a comment. Can you hear me? കേൾക്കത്തില്ല മോനെ. Sister കേൾക്കാമോ? കേട്ടില്ല, പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, ഞാൻ ചോദിച്ചില്ല, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. Okay, sister, the presentation was excellent. Thank you for that. ഒന്ന് രണ്ട് comments I want to share with you. If see, COVID obviously is a pandemic and is a disaster. But ഞാൻ കാണുന്ന അതിലും വലിയൊരു disaster is even the nursery kids getting exposure to online devices. ഇതാണ് അതിലും വലിയൊരു disaster. Very true. Yes. See, my point is, you see, നമ്മള് kids have been away from the church for almost 18 months now, as of now. So now connectivity for spiritual life for them is only the 1 hour they get to Sunday schools on weekend. അല്ലാതെ അവർക്ക് ഒരു സ്പിരിച്വൽ നെറ്റ്വർക്കിംഗ് ആയിട്ട് ഇന്ററാക്ഷൻസ് ആയിട്ട് കിട്ടുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ കുട്ടികൾക്ക് ഡെയിലി 8 hours they are with the devices on the net and connected, connected with good and bad friends and material. Very true. See, the point I want to highlight is the same way schools are doing online education. I think at least for the kids, church should, more spiritual lessons we should try to bring in through online media. This is my comment, because COVID is going to stay for at least next 2-3 years. As per yes, sure. I think this is a good time for churches to gear up and align with the present situation. That's what I would say, because we cannot bring kids to this church or Sunday schools for some time unless things on the മാറിയില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. But to complement that, നമ്മൾ as elders and church leaders എന്താണ് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് to the same media that they get spoiled, we should try to bring them back എന്നുള്ളതാണ് എൻ്റെ ഒരു point. It's just a comment. That's a very good idea, very creative idea. ഒത്തിരി ബൈബിൾ ക്വിസും ബൈബിൾ സ്റ്റോറീസും ബൈബിൾ ഡ്രാമയും എല്ലാം ഉണ്ടാക്കി പിള്ളേരെ ബൈബിളിന്റെ അകത്തോട്ടൊക്കെ കൊണ്ടുവരേണ്ടതാ. ആക്ച്വലി മറ്റ് മീഡിയാസിലൂടെ ഈ എഡ്യൂക്കേഷൻ തുടരുന്ന പോലെ തന്നെ സ്പിരിച്വൽ ഫെയ്ത്ത് ഫീൽഡിലും വളരെ ക്രിയേറ്റീവ് മെത്തേഡ് കണ്ടെത്തിയാലേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നില്ല ആരാണ് മലയാളത്തിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തത്, എന്തുകൊണ്ട് ഇത്രയും പേര് ഇന്ന് ബൈബിൾ വായിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ക്രിയേറ്റീവായിട്ടിരുന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇതും. അതാണല്ലോ ഞാൻ പറഞ്ഞു, ഈ സയന്റിഫിക് ഹെഡ് ഉള്ളവര് അവനവന്റെ ഫീൽഡിലെ വർക്ക് മാത്രം ചെയ്താൽ പോരാ. യൂസ് ദാറ്റ് ബ്രെയിൻ ടു ഫൈൻഡ് എ ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് faith enhancement, faith support, educating catechism, Bible. Okay, that's a very good idea. I think don't blame anybody. We are the church. It's not only hierarchy is the church. We all are the church. So
That's all thing. We all are equally responsible. Just think. Yes, very good. Do we have any more questions? Again, tomorrow we'll meet. We'll talk again tomorrow. You can keep stories. Are there somebody else is coming tomorrow or the same group? Acha? Same group. Nikhila will be comparing. Okay, Yes, comparing. yes. Where is Renji? I only saw him in the beginning. Okay. Give my greetings. to everyone. ഇവിടെ ഉണ്ട്. Okay, okay. Okay. So thank you, Sister Dr. Joanne, for those. Renji, tomorrow what should I be talking about? I don't want to repeat the same thing because if it is the same group. And now the topic, family in different phases of life transition. Okay, that I will talk. All right. Okay, yeah. All right. So thank you so much, Sister Dr. Joanne, for this beautiful talk and for supporting us, especially in the Q&A session, because it was really enlightening. Just like you said, hope is what is going to hold us on, and we really want to live a life filled with God's glory. So thank you. That being said, right now we are going to go into the welcome speech. I would like to welcome Mr. George K. Thomas, the Secretary of St. Thomas Marthoma Church, for the vote of thanks. ബഹുമാനപ്പെട്ട ഇടവകാരി ജിജി അച്ഛൻ, സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര, വെരി റെവറൻഡ് ഡോക്ടർ CK മാത്യു അച്ഛൻ, ഇടവക ജനങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇടവകയുടെ ഈ വർഷത്തെ കൗൺസിലിംഗ് സെമിനാർ മൈൻഡ് സെറ്റ് എന്ന നാമധേയത്താൽ നടത്തുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയും വ്യാപരിച്ച കൃപകൾക്കായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഏകദേശം 125-ൽ പരം ആളുകൾ ഈ കൗൺസിലിംഗ് സെഷനിൽ പങ്കെടുത്തു. കുവൈറ്റിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കൂടാതെ നമ്മുടെ മുൻ ഇടവക അംഗങ്ങളും പലരും പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്ന് നാം കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയുടെ ക്ലാസും അനുബന്ധിച്ച ഡിസ്കഷനും സംബന്ധിച്ച നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ആശിക്കുന്നു. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചമായി നമ്മളോടൊപ്പം ഈ അറിവുകളും ആശയങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയെ പറ്റി നമ്മുടെ വിവിധങ്ങളായ അനൗൺസ്മെന്റുകളിലും ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ സ്വാഗത പ്രസംഗത്തിലും വിവരിച്ചതുകൊണ്ട് വീണ്ടും ഞാൻ ആ കർത്തവ്യത്തിലേക്ക് മുതിരുന്നില്ല. അതിലുപരി കഴിഞ്ഞ 1.5 മണിക്കൂറോളം നാം ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയിൽ നിന്ന് ശ്രമിക്കുകയായിരുന്നല്ലോ. കുവൈറ്റ് സെന്റ് തോമസ് ഇടവകയുടെ പേരിൽ നിങ്ങളെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ വികാരി അച്ഛൻ ജിജി മാത്യു അച്ഛനോടുള്ള നന്ദി, പ്രത്യേകിച്ച് കൗൺസിലിംഗ് സെമിനാറിനെ പറ്റി കമ്മിറ്റി തീരുമാനിച്ച നിമിഷം മുതൽ ഇന്ന് വരെയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിച്ച അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് ഇടവകാരി വെരി റെവറൻഡ് ഡോക്ടർ CK മാത്യു അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഈ കൗൺസിലിംഗ് സെഷന്റെ കൺവീനറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട റെഞ്ചി വർഗീസ് ആണ്. തൻ്റെതായ പക്വതപൂർണമായ ശാന്തതയോടുകൂടി ഇടപെടലുകളും ഫോളോ അപ്പും പ്രവർത്തനങ്ങളും ഈ സെമിനാർ ഇത്രത്തോളം സക്സസ് ആയി സംഘടിപ്പിക്കുവാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രിയ റെഞ്ചി വർഗീസിനോടുള്ള നന്ദി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹാർദവുമായി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സെമിനാറിന് തക്കതായ ഗാനങ്ങൾ ആലപിച്ച് ധന്യമാക്കിയ ഗായക സംഘത്തോടും നേതൃത്വം നൽകിയ കൊയർ ലീഡർ സുരേഷിനോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു.
പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് സഹായിച്ച മിസസ് നിഖില തോമസ് ജെറിനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ കുവൈറ്റിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കാണുവാൻ തക്കവണ്ണം സെമിനാർ പങ്കെടുക്കുവാൻ സാധിച്ചു. അതിനായി സൂം പ്ലാറ്റ്ഫോം ഒരുക്കിയത് ശ്രീ ക്രിസ്റ്റി തോമസ്, ശ്രീ ബിജു ജോർജ് തോമസ്, ശ്രീ ദീപു മോഹൻ, ശ്രീ സൺലി പി വർഗീസിനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അവസാനമായി ഈ സെമിനാറിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ കൈത്താങ്ങലുകൾ തന്ന് സഹായിച്ച ഏവരോടും, വിശിഷ്യ ഇടവകയിലെ ഓഫീസ് ബെയറേഴ്സ്, മണ്ഡലം അസംബ്ലി മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവക ജനങ്ങൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി പ്രകാശനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നാളത്തെ സെമിനാറിന് പങ്കെടുക്കുവാൻ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Thank you for the vote of thanks. Now, I would like to welcome Reverend Sam Thomas Achin, the Vicar of Al Ahmadi Marthoma Church, who will lead us in the closing prayer and benediction. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്തതായ ദൈവികമായ നന്മയുടെയും കരുതലിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായിട്ടുള്ള എല്ലാ നന്മകൾക്കായും വഴി നടത്തുന്ന വിധങ്ങൾക്കായും നൽകുന്ന സ്നേഹത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പ്രകാരം ഒരുമിച്ച് ഓൺലൈൻ മാധ്യമത്തിലൂടെ ചേർന്ന് വന്ന് കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമ ഇടവകയായി ക്രമീകരിച്ച കുടുംബ ബന്ധങ്ങളെപ്പറ്റി കർത്താവെ ധ്യാനിപ്പാൻ ഇപ്രകാരം ക്രമീകരിച്ചതായി പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ കൃപകൾക്ക് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയും പ്രത്യേകിച്ച് ഞങ്ങളൊരു പാൻഡമിക് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാനസികവും ആത്മീയവുമായിട്ടുള്ള പലവിധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കർത്താവെ ഞങ്ങളും ലോകത്തിൽ വിവിധ ജനങ്ങളും കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ ഇപ്രകാരം കാലോചിതമായ ഒരു വിഷയത്തെ തിരഞ്ഞെടുത്ത് ഇപ്രകാരം ഒരുമിച്ച് ചേർന്ന് വന്ന് പഠിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ധന്യമായ നേതൃത്വം കർത്താവെ ഞങ്ങളുടെ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരിയിലൂടെ ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സിസ്റ്ററുടെ ധന്യമായ ജീവിതത്തിനും നേതൃത്വത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയദാസിയെ ഈ നാളുകളിൽ കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുന്ന് എടുത്തുപയോഗിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ കൈത്താങ്ങൽ നൽകി കൊടുക്കുവാൻ കർത്താവെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പ്രിയമകളെ എടുത്തുപയോഗിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദാസിയിലൂടെ പ്രിയ മകളിലൂടെ ലഭിച്ചതായിട്ടുള്ള ചിന്തകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ പാൻഡമിക് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രായേൽ ജനത്തെ പോലെ പെറുപെറുക്കുവാനോ പരസ്പരം പഴിചാരുവാനോ ദൈവത്തിൽ നിന്ന് ഓടി അകലുവാനോ അല്ല, മറിച്ച് കർത്താവെ ഈ നാളുകളിൽ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പാഠങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തെപ്പറ്റി തിരിച്ചറിയുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ നാളിലും ഏത് പ്രതിസന്ധിയിലും ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, അവിടെ ഞങ്ങളോട് കൂടെ നടക്കുന്നവനാണ്, കൂടെ വസിക്കുന്നവനാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധി നാളുകളിലും അവിടെ ഞങ്ങളെ ആയുസ്സോടും ആരോഗ്യത്തോടും പരിപാലിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടുവാനല്ല, മറിച്ച് കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടും കർത്താവെ ഞങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്നതായിട്ടുള്ള വലിയ ദാനങ്ങളെ, വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹീതമായ കുടുംബ ബന്ധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മാറ്റമല്ല ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആരാധനകൾക്കായിട്ട്, ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ശക്തീകരിച്ചുകൊണ്ട് കർത്താവെ ആത്മീയമായി ഞങ്ങൾ ഒരുമിച്ച്
കർത്താവെ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ ആരോഗ്യ മേഖലകളിൽ വളരെയധികമായ സമ്മർദ്ദങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കോവിഡ് രോഗത്താൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥത്വവും വൈദവ്യവും അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങളും കടഭാരങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരസ്പരം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ കാണുവാനും കരുതുവാനും സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ നീ ഞങ്ങളെ ഈ നാളുകളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനവും അനുഗ്രഹമാണ് കുടുംബവും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളും എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇടവക ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കുവാൻ ഇടവകയിലെ എല്ലാ വ്യക്തികളും കർത്താവെ ഞങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളായി കർത്താവെ ക്രിസ്തുവാകുന്ന ആ ഒരു വലിയ സ്നേഹബന്ധത്താൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവരായി ഒരുമിച്ച് ഒരു തീർത്ഥാടന സമൂഹമായി വളരുവാൻ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിൽ ചേർന്ന് വന്ന എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. ഞങ്ങളുടെ ഭവനങ്ങൾ കർത്താവെ ആരാധനാലയങ്ങളായി രൂപപ്പെടുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ആരാധനാലയങ്ങളായി രൂപപ്പെടുവാൻ, ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവിനൊക്കെ പ്രസാദകരമായിട്ടുള്ള യാഗമായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ വ്യാപരിച്ച ദൈവകൾക്കായി സ്തോത്രം. നേതൃത്വം നൽകിയ എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജിജിയച്ചനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് നാളെയും ഞങ്ങൾ ചേർന്ന് വന്ന് കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുന്നത് ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ പുതുക്കത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരണമെന്ന് യേശുവിന്റെ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹമാശ്വാദവും പ്രിയരെ നമ്മളെല്ലാവരോടും ഒരു വിഷയം ചേർന്ന് വന്ന് ചിന്തിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് നേർത്ത് നൽകിയതായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയോടും പ്രിയദാസയുടെ എല്ലാ ശുശ്രൂഷകളോടും ചേർന്ന് നമ്മുടെ എല്ലാവരോടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരുന്ന അനുഗ്രഹകരമായി വഴി നടത്തുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. താങ്ക് യു. എനിക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വളരെ എൻലൈറ്റനിങ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സിസ്റ്റർ. Thank you, Dr. Sister Joanne Chungapura. That being said, we want to be mindful of the time. It's almost 11:35. We are really grateful, Sister, that you have given us this valuable time. Just a reminder, tomorrow we are all going to meet Kuwait time 10 a.m., Indian time 12:30,